ഡൽഹിയിലും കോവിഡ് കേസുകൾ വർദ്ധിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ രാജ്യ തലസ്ഥാനത്തെ മുഴുവൻ ആശുപത്രികൾക്കും സർക്കാർ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കിടക്കകൾ, ICU, വെന്റിലേറ്റർ അടക്കമുള്ള സംവിധാനങ്ങൾ കരുതി വയ്ക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കേരളത്തിലും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. ഈ മാസം മാത്രം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്തത് 273 കൊറോണ കേസുകളാണ്. S നന്ദഗോപൻ ഡൽഹിയിൽ നിന്നും, V വിനീഷ് തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നു. ആദ്യം നന്ദനിലേക്ക് എത്തുമ്പോൾ, നന്ദൻ, ഇപ്പോൾ ഡൽഹിയിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുന്നു എന്നൊരു സാഹചര്യമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുകയാണല്ലോ സർക്കാർ. ദേവിക, ഏഷ്യൻ രാജ്യങ്ങളിലാകെ കോവിഡ് വ്യാപകമായി പടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ ഒരു സാഹചര്യം. പ്രത്യേകിച്ച് സിംഗപ്പൂർ, ഹോങ്കോങ്, ചൈന അടക്കമുള്ള രാജ്യങ്ങളിൽ വലിയ രീതിയിൽ കോവിഡ് വ്യാപനം തുടരുകയാണ്. ഭാരതത്തിലും ഇപ്പോൾ കോവിഡ് വ്യാപനം തുടരുന്നു. എന്നാൽ വലിയ രീതിയിൽ വലിയ ആഘാതങ്ങൾ ഏൽപ്പിക്കാത്ത JN1 എന്നുള്ള വിഭാഗമാണ് ഇപ്പോൾ പടരുന്നത് എന്നുള്ളതാണ് ICMR അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനാൽ തന്നെ അത് വലിയവരിൽ വലിയ ആഘാതം ഉണ്ടാക്കില്ലെങ്കിലും കുട്ടികളെ അത് ബാധിക്കുവാനുള്ള സാധ്യതകൾ, അല്ലെങ്കിൽ കുട്ടികളിലേക്ക് കൂടുതൽ പടരുവാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ICMR അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, മുൻ വേർഷനുകളിലൊക്കെ ഉണ്ടായിരുന്നത് പോലുള്ള ലക്ഷണങ്ങൾ കുറവായിരിക്കും എന്നുള്ളതാണ്. അതായത് മുൻപുണ്ടായിരുന്ന വേർഷനിൽ അല്ലെങ്കിൽ കോവിഡ് മുൻപ് ഉണ്ടായിരുന്ന തരംഗത്തിൽ അന്ന് കൂടുതലായും ആൾക്കാരെ കോവിഡ് ബാധിച്ചപ്പോൾ അവരിലുണ്ടായിരുന്ന ലക്ഷണം സ്വാധ് നഷ്ടപ്പെടുന്നു എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ JN1 അങ്ങനെ സ്വാധ് നഷ്ടപ്പെടുന്ന സാഹചര്യമില്ല എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേസമയം തന്നെ സാധാരണ പനിയുടെ ലക്ഷണങ്ങൾ, ജലദോഷം, അതേപോലെ തന്നെ തലവേദന അടക്കമുള്ള പനിയുടെ ലക്ഷണങ്ങൾ ഉണ്ടാകാം, ഛർദിൽ, വയറിളക്കമുള്ള മറ്റ് ലക്ഷണങ്ങൾ ഉണ്ടാകാം എന്നുള്ളതാണ് പ്രധാനമായും ആരോഗ്യ വൃത്തങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ വ്യാഴാഴ്ചയടക്കം കൃത്യമായി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നിരുന്നു. ഡൽഹിയിലടക്കം കോവിഡ് വ്യാപനം ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മുഴുവൻ സംസ്ഥാനങ്ങളോടും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടുവാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളത് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ ജാഗ്രത തുടരേണ്ടത് അനിവാര്യമാണ്. പ്രത്യേകിച്ച് ഡൽഹിയിൽ കോവിഡിൻ്റെ 1-2 തരംഗങ്ങളിൽ വലിയ രീതിയിൽ ഡൽഹിയിൽ ജനങ്ങളെ കോവിഡ് ബാധിച്ചു. ഒപ്പം തന്നെ അന്നത്തെ സർക്കാരിൽ ഉണ്ടായ പരാജയം, അത് ജനങ്ങൾക്ക് വലിയ രീതിയിൽ അത് കോവിഡ് വ്യാപിക്കുവാനും, അതേപോലെ തന്നെ അന്ന് ഈ കൂടുതൽ മരണസംഖ്യ അടക്കം ഡൽഹിയിൽ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുവാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. എല്ലാ ആശുപത്രികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ ഡൽഹിയിൽ ആരോഗ്യ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിൽ മുഴുവൻ ആശുപത്രികളിലും കൂടുതൽ കിടക്കാ സംവിധാനങ്ങൾ, അതേപോലെ തന്നെ ക്വാറന്റൈൻ സംവിധാനങ്ങൾ, ഒപ്പം തന്നെ ICU, വെന്റിലേറ്റർ, ഓക്സിജൻ സംവിധാനങ്ങൾ അടക്കം ഒരുക്കുവാൻ വേണ്ടിയുള്ള നിർദ്ദേശമുണ്ട്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോവിഡിൻ്റെ പല തരംഗങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുമായിട്ട് കോവിഡ് പ്രോട്ടോക്കോളുമായി ബന്ധപ്പെട്ട് നമ്മൾ യൂസ്ഡ് ആണ്. ഇത്തരം പ്രോട്ടോക്കോൾ കൂടുതലായി പാലിക്കണമെന്നുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ പ്രധാനമായും നൽകിയിരിക്കുന്നത്. ഇത്തരം കേസുകൾ ആശുപത്രിയിൽ എത്തിയാൽ അത് ഉടൻ ആരോഗ്യ മന്ത്രാലയത്തിനും ബന്ധപ്പെട്ട അതാത് സംസ്ഥാനങ്ങളുടെ ആരോഗ്യ വകുപ്പുകൾക്കും അത് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള കർശന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അങ്ങനെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും, ഡൽഹി അടക്കം രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേവിക, ശരി, ഇനി തിരുവനന്തപുരത്തേക്ക് കൂടി എത്തുമ്പോൾ V വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, കേരളത്തിലെ സ്ഥിതി മറ്റൊന്നല്ല. കോവിഡ് കേസുകളുടെ കാര്യത്തിൽ ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. നിലവിലിപ്പോൾ സ്ഥിതി എന്താണ്? മറ്റ് വിവരങ്ങളും കൂടി. ദേവിക, നിലവിലെ സാഹചര്യത്തിൽ ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് കൊറോണ ഒരു വ്യാപനം, അതിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആരോഗ്യവകുപ്പ് നൽകിയിരിക്കുന്ന നിർദ്ദേശം നിലവിൽ വലിയ രീതിയിലുള്ള പരിഭ്രാന്തരാകേണ്ട സാഹചര്യമില്ല. ജാഗ്രത, മുൻകരുതലുകൾ മാത്രം മതി എന്ന തരത്തിലുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് നൽകിയിരിക്കുന്നത്. എന്തായാലും ആശുപത്രി തലങ്ങളിൽ, സർക്കാർ ആശുപത്രി തലങ്ങളിലും അതോടൊപ്പം തന്നെ സ്വകാര്യ ആശുപത്രി തലങ്ങളിലൊക്കെ തന്നെ ജാഗ്രതാ നിർദ്ദേശം സംസ്ഥാന ആരോഗ്യ വകുപ്പ് നൽകിയിരിക്കുന്നുണ്ട്. നിലവിൽ ഈ മാസം 273 കേസുകളാണ് സംസ്ഥാനത്ത് ഇതുവരെ കൊറോണ കേസുകളായി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കോട്ടയം ജില്ലയിൽ 82, തിരുവനന്തപുരം 73, എറണാകുളം 49 എന്നിങ്ങനെയാണ് കേസുകൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പിലൂടെ അറിയിക്കുന്നത്. എന്തായിരുന്നാലും നിലവിൽ ഒരു മുൻകരുതലുകൾ സംസ്ഥാന ആരോഗ്യ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്
എന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ സ്വകാര്യ ആശുപത്രികൾക്കും ഒപ്പം തന്നെ നമ്മുടെ സർക്കാർ ആശുപത്രികൾക്കും നൽകിയിട്ടുണ്ട് എന്ന് മുൻകരുതലുകൾ വേണം എന്ന ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഹെപ്പറ്റൈറ്റിസ് എ, കോളറ, മഞ്ഞപ്പിത്തം എന്നീ രോഗങ്ങളും ഈ മഴക്കാലത്തോടനുബന്ധിച്ച് പടരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിനും മുൻകരുതലുകളും ജാഗ്രതയും വേണമെന്ന നിർദ്ദേശം തന്നെയാണ് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. ശരി, എന്തായാലും കൂടുതൽ ജാഗ്രതയോടുകൂടി മുന്നോട്ട് പോകണം എന്ന് തെളിയിക്കുന്ന ചില റിപ്പോർട്ടുകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വരുന്നത്. കോവിഡുമായി ബന്ധപ്പെട്ട് കൂടുതൽ ജാഗ്രതകൾ ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ നേരത്തെ പാലിച്ചു വന്ന അതേ രീതികൾ കൂടുതൽ ശക്തമായി പാലിക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. സാനിറ്റൈസർ അടക്കം ഉപയോഗിക്കുക, അല്ലെങ്കിൽ മറ്റ് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുക എന്നിങ്ങനെ നിരവധി കാര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. കോവിഡ് വ്യാപനം ഇപ്പോൾ ഉണ്ടാകുന്നു കേരളത്തിലും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തേക്ക് വരുന്നത്.